നൂറിന് ഇൻഫോടെക് പാലക്കാട് അവതരിപ്പിക്കുന്ന ടാലി പ്രൈം മലയാളം ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രൂപ്പ്സിനെ കുറിച്ചിട്ടാണ്. സെയിം നേച്ചറിലുള്ള ലെഡ്ജേഴ്സിൻ്റെ ഒരു കളക്ഷനെയാണ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ടാലിക്കകത്ത് മെയിനായിട്ട് 28 ഗ്രൂപ്പ്സാണ് ഉള്ളത്. 15 പ്രൈമറി ഗ്രൂപ്പ്സും 13 സബ് ഗ്രൂപ്പ്സും. അപ്പോൾ ഒരു ഗ്രൂപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗേറ്റ് വേ ഓഫ് ടാലിനകത്ത് ക്രിയേറ്റ് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇതിനകത്ത് അക്കൗണ്ടിങ് മാസ്റ്റേഴ്സിൻ്റെ അണ്ടറിൽ ഗ്രൂപ്പ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഗ്രൂപ്പ് ക്രിയേഷൻ പേജ്. അപ്പോൾ നമുക്ക് ഓൾറെഡി 28 ഗ്രൂപ്പ്സ് ഉണ്ട്. ഈ ഗ്രൂപ്പ്സ് കൂടാതെ നമുക്ക് പുതിയതായിട്ടൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു മെത്തേഡിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഗ്രൂപ്പിൻ്റെ നെയിമാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏതാണോ ഗ്രൂപ്പ് നെയിം പുതിയതായി ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ പേര് ഇവിടെ കൊടുക്കാം. ഞാൻ പെറ്റി ക്യാഷാണ് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ ഏരിയസ് നെയിം ഉണ്ട്, അത് കൊടുക്കാം. പിന്നെ ഈ പെറ്റി ക്യാഷ് പറയുന്നത് പ്രൈമറി ഗ്രൂപ്പായിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ പ്രൈമറി പറഞ്ഞൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇത് ഏതിൻ്റെങ്കിലും അണ്ടറിലാണെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ പെറ്റി ക്യാഷ് ഇൻഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ അണ്ടറിൽ കൊടുക്കുന്നുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ GST ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതൊന്ന് ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ പെറ്റി ക്യാഷ് പറഞ്ഞൊരു പുതിയ ഗ്രൂപ്പാണ് അവിടെ ക്രിയേറ്റ് ആയി വന്നത്. ഇനി ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പ് എങ്ങനെ നമുക്ക് ഓൾട്ടർ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗേറ്റ് വേ ഓഫ് ടാലിനകത്ത് മാസ്റ്റേഴ്സിൻ്റെ അണ്ടറിൽ ഓൾട്ടർ പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ അകത്ത് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത പെറ്റി ക്യാഷ് പറഞ്ഞൊരു ഗ്രൂപ്പ് ഇവിടെ കാണാൻ കഴിയും. ഇനി ഈ പെറ്റി ക്യാഷ് പറഞ്ഞ ഗ്രൂപ്പ് നമുക്ക് വേണ്ടെങ്കിൽ ഇതിന് ഡിലീറ്റ് ചെയ്ത് കളയാം. അതിന് വേണ്ടിയിട്ട് പെറ്റി ക്യാഷിനെ ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓൾട്രേഷൻ പേജിലോട്ടാണ് വരുന്നത്. പിന്നെ അതിനകത്ത് നമുക്ക് എന്തെങ്കിലും ഓൾട്രേഷൻ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ഇത് ഈ ഒരു ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഡിലീറ്റ് പറഞ്ഞ ഓപ്ഷൻ കാണാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഷോർട്ട് കട്ട് കീ ആയ ഓൾട്ട് ഡി പ്രസ് ചെയ്താലും മതി. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യുന്നതിൽ ഡിലീറ്റ് ചെയ്യണമെന്ന് ചോദിക്കും. ഇപ്പോൾ യെസ് എങ്കിൽ യെസ്, നോ എങ്കിൽ നോ കൊടുക്കാം. പിന്നെ ഒരു കാര്യം നോക്കേണ്ടത്, ഈ പെറ്റി ക്യാഷ് പറയുന്ന ഗ്രൂപ്പ് നമ്മുടെ ട്രാൻസാക്ഷൻസിൽ എവിടെയെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഒരു ഗ്രൂപ്പ് ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഞാൻ എസ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ലിസ്റ്റിൽ കാണാം പെറ്റി ക്യാഷ് പറയുന്ന ഗ്രൂപ്പ് വന്നിട്ടുണ്ടാവില്ല. അപ്പം ഇങ്ങനെയാണ് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതും അതുപോലെ ഓൾട്ടർ ചെയ്യുന്നതും ഡിലീറ്റ് ചെയ്യുന്നതും. ഇനി നമുക്ക് 28 ഗ്രൂപ്പ്സ് ഉണ്ട് പറഞ്ഞു. അതിൽ ഓരോ ഗ്രൂപ്പ്സും എങ്ങനെയാണ് വരുന്നത് നോക്കാം. 28 ഗ്രൂപ്പ്സും ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഗ്രൂപ്പ്സാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ബാങ്ക് അക്കൗണ്ട്സ് പറഞ്ഞൊരു ഗ്രൂപ്പ് നോക്കാം. ബാങ്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ലെഡ്ജേഴ്സും ഈ ഒരു ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ് വരിക. ഫോർ എക്സാമ്പിളായി പറയുകയാണെങ്കിൽ സേവിങ്സ് അക്കൗണ്ട് പറയുന്നത് നമ്മൾ ബാങ്കുമായി റിലേറ്റഡ് ആണ്. അപ്പോൾ ഈ ഒരു ലെഡ്ജർ വന്നിട്ട് സേവിങ്സ് അക്കൗണ്ട് പറഞ്ഞ ലെഡ്ജർ വന്നിട്ട് നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ SBI ബാങ്ക് പറഞ്ഞിട്ട് ഒരു പേര് വരികയാണെങ്കിൽ SBI ബാങ്ക് പറഞ്ഞ ആ ലെഡ്ജർ ബാങ്ക് അക്കൗണ്ട്സ് പറഞ്ഞ ഗ്രൂപ്പിൻ്റെ അണ്ടറിലായിരിക്കും ക്രിയേറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വരുന്നതാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ പറഞ്ഞാൽ ഒരു ഓണർ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇടുന്ന എമൗണ്ടിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ പറഞ്ഞ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അത് വന്നിട്ട് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഗ്രൂപ്പിലാണ് ഇടേണ്ടത്. ക്യാപിറ്റൽ മാത്രമല്ല, ഡ്രോയിങ്സ്, ഷെയർ ഹോൾഡേഴ്സ് ക്യാപിറ്റലൊക്കെ നമുക്കിതിനകത്ത് ഇടാം. ക്യാപിറ്റൽ അക്കൗണ്ട് പറഞ്ഞ ഗ്രൂപ്പിനകത്ത് ഇടാം. നെക്സ്റ്റ് ഡയറക്റ്റ് എക്സ്പെൻസ് അല്ലെങ്കിൽ ഡയറക്റ്റ് ഇൻകം ഗ്രൂപ്പാണ് നോക്കാൻ പോകുന്നത്. ഒരു പ്രൊഡക്ഷൻ കമ്പനിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസ് ഒക്കെ വരുന്നത് ഡയറക്റ്റ് എക്സ്പെൻസ് പറഞ്ഞ ഗ്രൂപ്പിൻ്റെ അണ്ടറിലായിരിക്കും. അല്ലെങ്കിൽ ആ ഒരു കമ്പനിനകത്ത് വരുന്ന ഇൻകംസിനൊക്കെ നമ്മൾ ഡയറക്റ്റ് ഇൻകംസിൻ്റെ അണ്ടറിലാണ് കൊണ്ടുവരിക. അപ്പോൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസും അതുപോലെ ഇൻഡയറക്റ്റ് ഇൻകം എന്തായിരിക്കും? ഓഫീസുമായി റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസിനൊക്കെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഗ്രൂപ്പിൽ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഓഫീസുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻകം ലെഡ്ജേഴ്സിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് ഇൻകത്തിനകത്ത് കൊണ്ടുവരുന്നത്.
നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്ന ഗ്രൂപ്പ് ഫിക്സഡ് അസറ്റാണ്. കമ്പനിയുടെ അസറ്റ്, അതായത് മെഷീനറി, ഫർണിച്ചർ, ക്യാഷ്, ഇവയൊക്കെ ഫ്യൂച്ചർ പ്രോഫിറ്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അസറ്റ്സ് ആണ്. അതുകൊണ്ടാണ് ഈ അസറ്റ്സിനെയൊക്കെ നമ്മൾ ഫിക്സഡ് അസറ്റ് പറഞ്ഞ ഗ്രൂപ്പിലോട്ട് കൊണ്ടുവരുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡെപ്പോസിറ്റ് അസറ്റാണ്. അതായത് ഒരു ടൈം പീരീഡും അതുപോലെ തന്നെ പ്രോഫിറ്റും പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ലെഡ്ജേഴ്സാണ് ഡെപ്പോസിറ്റ് അസറ്റ് പറഞ്ഞ ഗ്രൂപ്പിൽ കൊണ്ടുവരുന്നത്. ഇപ്പോൾ എക്സാമ്പിളായി പറയുകയാണെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് വന്നിട്ട് നമ്മൾ ഒരു വർഷത്തിന് ഇത്ര പെർസെൻറ്റേജിന് ഇൻട്രസ്റ്റ് വേണ്ടിയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ നമുക്കറിയാം ഒരു വർഷം കഴിഞ്ഞാൽ ഇത്ര പെർസെൻറ്റേജ് ഇൻട്രസ്റ്റിന് നമ്മൾ ഇട്ട എമൗണ്ട് തിരിച്ചു കിട്ടും. ഇൻട്രസ്റ്റും അതുപോലെ നമ്മളിട്ട പ്രിൻസിപ്പൽ എമൗണ്ടും കൂടെ തിരിച്ചു കിട്ടും. അപ്പോൾ അവിടെ ടൈം പീരീഡും അതുപോലെ പ്രോഫിറ്റും പ്രീ ഡിഫൈൻഡ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ലെഡ്ജേഴ്സിന് നമ്മൾ ഡെപ്പോസിറ്റ് അസറ്റിനകത്താണ് ഇടുന്നത്. സെക്യൂർഡ് ലോൺസും അൺസെക്യൂർഡ് ലോൺസ് ഗ്രൂപ്പ് ചെയ്താൽ നോക്കാം. സെക്യൂർഡ് ലോൺസ് പറയുന്നത് ഒരു സെക്യൂരിറ്റി കൊടുത്തിട്ട് ലോണ് എടുക്കുന്നതിനെയാണ്. പിന്നെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗോൾഡ് ലോണ്, ബജാജ് ഫിനാൻസ് ലോണ്, അതൊക്കെ നമ്മളൊരു സെക്യൂരിറ്റി അവിടെ കൊടുത്തിട്ടാണ് പകരം നമുക്ക് ലോണ് കിട്ടുന്നത്. അപ്പോൾ ഇത്തരം ലെഡ്ജേഴ്സൊക്കെ സെക്യൂർഡ് ലോൺസ് പറഞ്ഞ ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് അൺസെക്യൂർഡ് ലോൺസ്. അതായത് സെക്യൂരിറ്റി കൊടുക്കാതെ നമ്മൾ ലോൺ എടുക്കുന്നതിനെയാണ് അൺസെക്യൂർഡ് ലോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലത്തെ ലെഡ്ജേഴ്സൊക്കെ അൺസെക്യൂർഡ് ലോൺസ് പറഞ്ഞ ഒരു ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ് നമ്മൾ കൊണ്ടുവരുന്നത്. പർച്ചേസ് അക്കൗണ്ട് ഗ്രൂപ്പ് എന്ന് നോക്കാം. പർച്ചേസുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ലെഡ്ജേഴ്സും പർച്ചേസ് അക്കൗണ്ട്സ് ഗ്രൂപ്പിലാണ് കൊണ്ടുവരുന്നത്. എക്സാമ്പിളായി പറയുകയാണെങ്കിൽ പർച്ചേസ് റിട്ടേൺ ഒക്കെയാണ് പർച്ചേസ് അക്കൗണ്ട്സിൽ വരുന്നത്. പിന്നെ വരുന്നത് സെയിൽസ് അക്കൗണ്ട്സ് ആണ്. സെയിൽസുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ലെഡ്ജേഴ്സും സെയിൽസ് അക്കൗണ്ട് ഗ്രൂപ്പിലാണ് വരുന്നത്. എക്സാമ്പിളായി പറയുകയാണെങ്കിൽ സെയിൽസ് റിട്ടേൺ ഒക്കെയാണ് ഇതിൻ്റെ അണ്ടറിൽ വരുന്നത്. ഈ സൺഡ്രൈ ക്രെഡിറ്റേഴ്സും സൺഡ്രൈ ഡെപ്റ്റേഴ്സ് എന്താണെന്ന് നോക്കാം. സൺഡ്രൈ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരാളുടെ നിന്ന് ഒരു ഫർണിച്ചർ അല്ലെങ്കിൽ എന്തെങ്കിലും പർച്ചേസ് ചെയ്തു. അപ്പോൾ നമ്മളവിടെ ഒരാളുടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്, നമ്മൾ തിരിച്ചയാൾക്ക് കാശ് കൊടുക്കണം. അപ്പോൾ നമ്മൾ കാശ് കൊടുക്കാനുള്ളവരെയാണ് സൺഡ്രൈ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് കാശ് തരാനുള്ളവർ സൺഡ്രൈ ഡെപ്റ്റേഴ്സ് എന്ന ഗ്രൂപ്പിലും വരും. നെക്സ്റ്റ് പ്രൊവിഷൻസ് ഗ്രൂപ്പാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ കമ്പനി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കമ്പനിക്ക് പെട്ടെന്ന് ലോസ് വരാം. അപ്പോൾ ഇത് മുൻകൂട്ടി കണ്ടിട്ട് അഥവാ കമ്പനിക്ക് ലോസ് വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ തരണം ചെയ്യണം, അതിന് വേണ്ട ഒരു എമൗണ്ട് നമ്മൾ മാറ്റി വയ്ക്കണം. അപ്പോൾ അത്തരം ലെഡ്ജേഴ്സാണ് പ്രൊവിഷൻസ് പറഞ്ഞ ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് പറഞ്ഞൊരു ഗ്രൂപ്പാണ്. അപ്പോൾ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് പറഞ്ഞ ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ വരുന്നത് ടാക്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ലെഡ്ജേഴ്സും വരും. CGST ആവാം, SGST ആവാം, IGST ആവാം, VAT ആവാം, സെസ് ആവാം, TDS ആവാം. ഇതൊക്കെ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് പറഞ്ഞ ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് മിസ്സെല്ലേനിയസ് എക്സ്പെൻസ് അസറ്റ്. ഈ ഗ്രൂപ്പിൽ വരുന്നത് ഇപ്പോൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് ആ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് എക്സ്പെൻസ് ഉണ്ടാവും. എക്സാമ്പിളായി പറയുകയാണെങ്കിൽ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞിട്ട് നമ്മളൊരു ആഡ് ഇറക്കാം. അതുപോലെ കമ്പനിക്ക് വേണ്ടിയുള്ള പോസ്റ്റർ, നോട്ടീസ്, ഇതിനൊക്കെ എമൗണ്ട് ചിലവാകും. അപ്പോൾ ഈ എമൗണ്ടൊക്കെ നമ്മൾ വരുന്നത് മിസ്സെല്ലേനിയസ് എക്സ്പെൻസ് അസറ്റിൻ്റെ അണ്ടറിലായിരിക്കും. ഇതുവരെ നമ്മൾ ഓരോ ഗ്രൂപ്പ് വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്തത്. അതേസമയം നമുക്ക് ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പ്സ് അറ്റ് എ ടൈം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ചാർട്ട്സ് ഓഫ് അക്കൗണ്ട്സ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഇതിനകത്ത് ഗ്രൂപ്പ്സ് സെലക്ട് ചെയ്യാം. ഇവിടെ മൾട്ടി മാസ്റ്റർ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻ വരും, മൾട്ടി ക്രിയേറ്റും മൾട്ടി ഓൾട്ടറും. അപ്പം മൾട്ടി ക്രിയേറ്റ് പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ അണ്ടർ ഏത് ഗ്രൂപ്പിലാണെന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് ഓൾ ഐറ്റംസിനെ സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ നെയിം ഓഫ് ദ ഗ്രൂപ്പ് വന്നിട്ട് നമുക്ക് ഗ്രൂപ്പ് പുതിയ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ ഗ്രൂപ്പ്സിൻ്റെ പേര് ഇവിടെ കൊടുക്കാം. ഞാൻ ആദ്യം പെറ്റി ക്യാഷ് കൊടുക്കുന്നുണ്ട്.
അത് ഏത് ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് പെറ്റി ക്യാഷ് പറയുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ അണ്ടറിൽ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇതുപോലെ നമുക്ക് വേറെ ഏതെങ്കിലും ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മിസ്സെല്ലേനിയസ് ഗ്രൂപ്പ് എന്ന് കൊടുക്കുന്നുണ്ട്. അതും ഏതിൻ്റെ അണ്ടറിലാണോ കൊടുക്കേണ്ടത് അത് കൊടുക്കുക. ഞാനിവിടെ ഇൻഡയറക്റ്റ് ഇൻകം ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് എത്ര ഗ്രൂപ്പ് വേണമെങ്കിലും അറ്റ് എ ടൈം ക്രിയേറ്റ് ചെയ്തിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ്സൊക്കെ ക്രിയേറ്റ് ആവുന്നതായിരിക്കും. മൾട്ടിപ്പിൾ ഗ്രൂപ്പ്സ് ഓൾട്ടർ ചെയ്യണമെങ്കിൽ വീണ്ടും മൾട്ടി മാസ്റ്റേഴ്സിന് ക്ലിക്ക് ചെയ്യാം. അതിനകത്ത് മൾട്ടി ഓൾട്ടർ എന്ന ഓപ്ഷൻ എടുക്കാം. പിന്നെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എടുക്കാം. അപ്പോൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസിന് അണ്ടറിൽ 2 ഗ്രൂപ്പാണുള്ളത്. ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസും പിന്നെ ഒന്ന് പെറ്റി ക്യാഷും. പെറ്റി ക്യാഷാണ് ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഓൾട്ടറേഷൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാം. അതുപോലെ ഗ്രൂപ്പ് വേണമെങ്കിൽ മാറ്റിക്കൊടുക്കാം. എന്നിട്ട് ഒന്ന് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾട്ടറേഷൻ സക്സസ് ആവും. ഈ ഒരു ട്യൂട്ടോറിയൽ കണ്ടതിന് എല്ലാവർക്കും നന്ദി. കൂടുതൽ ഇൻറ്ററാക്റ്റീവ് ക്ലാസ്സുകൾക്കും മറ്റു വിവരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്.